കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കാനായി വന്ന പെൺകുട്ടിയെ അന്ന് രാത്രി ബ്രൂട്ടലായി ആരോ കൊന്നിരിക്കുകയാണ്. പച്ചയ്ക്ക് വെട്ടിമുറിച്ചാണ് അവളെ കൊന്നതെന്ന് ഡോക്ടർ കേസന്വേഷിക്കാൻ വന്ന പോലീസുകാരനോട് പറയുകയാണ്. ഇന്ന് രാവിലെയാണ് അവളും ഹസ്ബൻഡും കൂടി ഹണിമൂൺ ആഘോഷിക്കാനായി ആ കോട്ടേജിലേക്ക് വന്നത്. കോട്ടേജിൽ വന്നതിന് ശേഷം അവർ ഫുഡ് കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലും. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ തൊട്ടടുത്ത് നിന്ന് രണ്ടുപേർ വഴക്കുണ്ടാക്കുന്നത് അവളുടെ ഹസ്ബൻഡ് കാണും. നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ശബ്ദമുണ്ടാക്കുന്നതെന്ന് ചോദിച്ച് അവളുടെ ഹസ്ബൻഡ് അവരോട് തട്ടിക്കയറും. നീ ആരാടാ എന്നോട് ഇങ്ങനെ ചോദിക്കാനെന്നും പറഞ്ഞ് അവൻ അവരുടെ അടുത്തേക്ക് വരും. എന്നാൽ അവളുടെ ഹസ്ബൻഡിൻ്റെ മട്ടും ഭാവവും കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാകും ഇവൻ തനിക്കൊത്ത ആളല്ല എന്ന്. അവൻ പേടിച്ച് അവിടെ നിന്ന് പോകും. ബോക്സറായ അവളുടെ ഹസ്ബൻഡ് റെസ്റ്റോറൻറ്റിലുണ്ടായ സംഭവത്തിന് അവളോട് മാപ്പ് പറയും. ആ സംഭവം കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേരും ഉടനെ തന്നെ അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലും. ക്വാർട്ടേഴ്സിലെത്തുമ്പോഴേക്കും 2 പെഗ് കഴിക്കാമെന്നും പറഞ്ഞ് അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന വൈൻ പൊട്ടിച്ച് അവൻ 2 പെഗ് കഴിക്കും. എന്നാൽ അപ്പോഴാണ് പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് അവൻ്റെ ഭാര്യ നിലവിളിക്കുന്നതാണെന്ന് മനസ്സിലാകുന്നു. കൂടുതലൊന്നും തന്നെ ആലോചിക്കാതെ ആ പാവം വേഗം പുറത്തേക്ക് ഓടി വരുമ്പോഴാണ് കാണുന്നത് തൻ്റെ ഭാര്യയെ ആരോ ബ്രൂട്ടലായി കൊന്നിരിക്കുകയാണ്. അവളുടെ കൈയും തലയും എല്ലാം വെട്ടിമാറ്റിയിരുന്നു. പാവം ആ പയ്യന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല.